ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി നാൾക്ക് ശേഷം ഞാൻ എന്താ വീഡിയോ ഇടുവാണ് കേട്ടോ. നവംബർ 3-ന് ബ്രദറിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇടാൻ എനിക്ക് പറ്റിയില്ല. അറിയാലോ, എൻ്റെ ബ്രദറിൻ്റെ കല്യാണവും എൻ്റെ ഡെലിവറി എല്ലാം ഒറ്റ ഡേറ്റിൽ തന്നെയായിരുന്നു നടന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാം കൊണ്ടും ബിസി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാനും മറ്റു കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ അന്ന് എടുത്തു വെച്ച വീഡിയോ എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇറക്കുവാണത്. എല്ലാവരുടെയും കല്യാണ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്നു. സ്വന്തം ബ്രദറിൻ്റെ കല്യാണ വീഡിയോ ഇടാൻ പറ്റാത്തതിന് ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വോയിസൊക്കെ ഞാനിപ്പോഴാണ് കൊടുക്കുന്നത്. അങ്ങനെ കല്യാണത്തിൻ്റെ തലേന്നുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കല്യാണ തലേന്ന് അപ്പോൾ ഞങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ആണ് സമയം കിട്ടിയത്. ഫേഷ്യലൊക്കെ ചെയ്തു. എൻ്റെ ഹെയർ കട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ്. കുറച്ചും കൂടിയേ പോയുള്ളൂ, എങ്കിലും ഭയങ്കര സങ്കടമായിരുന്നു. അത്രയും ലോങ് ആയിട്ടുള്ള മുടി മുറിക്കാൻ തന്നെ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. എങ്കിലും ഹെയർ കട്ടൊക്കെ ചെയ്തു. ഒരു ചേഞ്ച് വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെയൊക്കെ ചെയ്തു. ഫേഷ്യലൊക്കെ ചെയ്തു. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ബ്രദറാണ്. അപ്പോൾ പുള്ളി ജുബയൊക്കെ ആയിരുന്നു കല്യാണത്തിൻ്റെ തലേന്ന്. അപ്പം നമ്മളുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് വീടും കൂടെ വെഞ്ചരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് ജീവന്റെ പ്രകാശം ലഭിക്കുന്നു എന്നൊരു ചില കർത്താവ് ഈ ഭവനത്തിന് ജീവന്റെ പ്രകാശം പ്രദാനം ചെയ്യട്ടെ. ആമേൻ. അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്നുള്ള മധുരം കൊടുക്കാനുള്ള വലിയ പന്തലൊക്കെ ഇട്ടിരുന്നത് നമ്മളുടെ വീടിൻ്റെ തന്നെ അപ്പുറത്തെ വീട്ടിൽ മാറിയിട്ടുള്ളൊരു വലിയ സ്ഥലത്ത്, അവിടെയാണ് നമ്മൾ സ്റ്റേജും പന്തലൊക്കെ ഒരുക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എല്ലാവരും പോവുകയാണ്. അപ്പോൾ ചെരുപ്പ് നോക്കി, ചെരുപ്പ് കാണുന്നില്ല, ആരുടെയൊക്കെ ചെരുപ്പ് തപ്പി നടക്കുവാണ്. അപ്പോൾ മധുരം വെക്കാനായിട്ട് നമ്മൾ പന്തലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ മധുരം വെപ്പ് നടന്നിരിക്കുകയാണ്. എല്ലാവരുമൊക്കെ വീഡിയോ എടുത്തു, എല്ലാവരുമൊക്കെ ഫോട്ടോ എടുത്തു. പക്ഷേ ഈ യൂട്യൂബിലിടാനുള്ള വീഡിയോയ്ക്ക് മാത്രം ഞങ്ങൾ മധുരം കൊടുക്കുന്ന വീഡിയോ മാത്രം എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. ആരെയും ഞാൻ ഫോൺ ഏൽപ്പിച്ചില്ല, അതാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെയാണിത്. ഏറ്റവും അടുത്ത റിലേറ്റീവ്സൊക്കെ മധുരം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാ വീഡിയോസൊന്നും എനിക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല, കുറച്ചൊക്കെ ആയിട്ട് എടുക്കുകയാണ്. അറിയാലോ, ഇത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് എൻ്റെ ഡെലിവറി. അപ്പോൾ അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ എൻ്റെ മുഖത്ത് കാണാം, പക്ഷെ ആരും അറിയുന്നില്ല. നോർമലായിട്ട് അങ്ങനെ പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അന്ന് ആ ഒരു ഡെലിവറി നടന്നത് തന്നെ. അപ്പോൾ അന്ന് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അത് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ പോകുവാണ്. അപ്പോൾ ഓർണമെൻറ്റ്സ് തന്നെ ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് അങ്ങനെ തന്നെ ബ്ലഡ് എടുക്കാനായിട്ട് പോവുക. പിന്നെ വന്നിട്ടാണ് പെട്ടെന്ന് കല്യാണത്തിനായിട്ട് ഒരുങ്ങി എല്ലാമൊക്കെ സെറ്റായി. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നിൽക്കുവാണ് എല്ലാവരും. അങ്ങനെ നേരെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതേതാണ് നമ്മുടെ പള്ളി, കല്യാണത്തിൻ്റെ പള്ളിയാണിത്. ഞങ്ങളുടെ ഇടവക പള്ളി സെൻറ്റ് വിൻസെൻ്റ് പള്ളോട്ടി ചർച്ചാണ്, കൊർത്തശ്ശേരിയിലുള്ള. അപ്പോൾ അതാ വാതിക്കൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പള്ളിയിലൊക്കെ എല്ലാവരും സെറ്റായി. പിന്നെ ചെറുക്കനും പെണ്ണുമൊക്കെ വന്നു, അവരെയൊക്കെ കയറ്റുന്നുണ്ട്, പള്ളിയിലകത്തോട്ട് കയറ്റുന്നുണ്ട്. എല്ലാം പെട്ടെന്നുള്ള വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. പിന്നെ പള്ളിയിലുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പള്ളി വായിക്കുന്നുണ്ട്. അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പാലി ധരിച്ചു കൊടുക്കണം. കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മ
ഇതാ ചെറുക്കനും പെണ്ണിനെ നമ്മൾ വീട്ടിലേക്ക് കയറ്റുവാണ്. ഇത് കഴിഞ്ഞാണ് ട്വിസ്റ്റ്. രാത്രി എല്ലാം ഓക്കെ ആയി കഴിഞ്ഞൊരു 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെയിൻ തുടങ്ങി. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ ആൾക്കാരെല്ലാം ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു. 9:30 ആയപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. നോർമൽ ഡെലിവറി ആയിരുന്നു. അങ്ങനെ കുഞ്ഞുവാവ് വന്നു. ഇതായിരുന്നു കല്യാണത്തിൻ്റെ ട്വിസ്റ്റ്. അതായത് കല്യാണത്തിൻ്റെ ക്ലൈമാക്സ് എൻ്റെ ഡെലിവറിയിലായിരുന്നു. എല്ലാവരും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഓക്കെ ആയി. എനിക്ക് കല്യാണം കൂടാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഇതാണ് നമ്മുടെ കുഞ്ഞുവാവ. ബേബി ബോയ് ആണ്. ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. റൂമിൽ കൊണ്ടുവന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ ബേബിക്ക് 4 മാസമായി. കല്യാണം കഴിഞ്ഞിട്ടും 4 മാസമായി. അങ്ങനെ ഞങ്ങളുടെ ഇസാക്കിനൊരു കുഞ്ഞനിയൻ ഭാവിയെ കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് അവൻ്റെ. പപ്പയെ അവനും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരുവാണ്. ഇസാക്ക് ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ. ഇസാക്ക് കുറേ നാളായിട്ട് വാവ എന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇതായിരുന്നു കല്യാണ വിശേഷവും എൻ്റെ ഡെലിവറി വിശേഷവും. എല്ലാം നല്ലപോലെ തന്നെ നടന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക കേട്ടോ.